ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് നമ്മൾ പോകുന്നത് അൽ വർസാനിലുള്ള ഒരു നഴ്സറിയിലേക്കാണ്. കുറച്ച് ചെടികൾ വാങ്ങിക്കാവുന്ന ഒരു ആഗ്രഹം പെട്ടെന്നുണ്ടായി. അപ്പൊ നമുക്കിത് അവിടെ പോയിട്ട് ചെടികളൊക്കെ കിട്ടുമെന്ന് നോക്കാം. നമ്മൾ വീട്ടിൽ നിന്ന് ഒരു ഹാഫ് ആൻ അവർ എടുത്തിട്ടുണ്ടായിരുന്നു വർസാനിലെ നഴ്സറിയിൽ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇതേപോലെ മരങ്ങളുണ്ട്, നല്ല രസമുള്ള മരങ്ങൾ കേട്ടോ. നല്ല എന്താ പറയുക, ബുഷിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു, രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഇതാ വർസാൻ നഴ്സറീസ് എത്തിയിട്ടുണ്ട്. ഇത് ഞാൻ ആദ്യമായിട്ട് വരുന്നൊരു സ്ഥലമാണ്, അതുകൊണ്ട് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല ഏത് നഴ്സറിയിൽ പോകണമെന്ന്. അപ്പോൾ നേരെ മുന്നിൽ കണ്ടത് ഇതായതുകൊണ്ട് എന്നാൽ അവിടെ തന്നെ കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ചെടികളുണ്ട്. ഇതൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് ആണ്. ഈ ഹാങ്ങിങ് പ്ലാന്റ്സും എനിക്ക് നല്ല ഇഷ്ടമാണ്. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് ഹാങ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കത് മേടിക്കാൻ പറ്റില്ല. പിന്നുള്ളത് മണി പ്ലാന്റ് ആണ്, ഇതുപോലെ ഹാങ് ചെയ്യാനും നമുക്കിങ്ങനെ പടർത്താനൊക്കെ പറ്റുന്നത്. പക്ഷേ അതിന് അത്യാവശ്യം നല്ല മെയിൻ്റനൻസ് വേണം തോന്നുന്നു. മണി പ്ലാന്റ് ഉണങ്ങി പോകാണ്ടൊക്കെ നോക്കണം. ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഇത്രയധികം വെറൈറ്റി ഉണ്ട് എന്നുള്ളത് ഞാനിവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ആ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ റൂമിൽ തന്നെ ഒരുപാട് പ്ലാന്റേഴ്സ് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള കളേഴ്സിലും പ്രിൻറ്റഡും അല്ലെങ്കിൽ പ്ലെയിൻ വൈറ്റ് നോക്കുന്നവർക്ക് അങ്ങനെയും കുറേ വെച്ചിട്ടുണ്ട്. ഈ മേലെ കാണുന്നതൊക്കെ സ്റ്റീലിൻ്റെ പ്ലാന്റേഴ്സാണ്. താഴേക്ക് വരുമ്പം സെറാമിക് ആണ്. പിന്നെ ഏറ്റവും താഴെയുള്ളതും സെറാമിക് ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഈ കാണുന്ന കാക്ടസ് പോലത്തെ പ്ലാന്റ്സും നമുക്ക് ഈ ബാത്റൂംസിലോ അല്ലെങ്കിൽ അങ്ങനെ എവിടെയെങ്കിലും ഒരു കൗണ്ടർ ടോപ്പിൽ വെക്കാനോ അങ്ങനെയൊക്കെ എടുക്കാം കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ കുറേ ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഉണ്ടായിരുന്ന വേറൊരു ചെടിയാണിത്, കമലിയ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് പക്ഷേ ഔട്ട്ഡോർ പ്ലാന്റ് ആണ്, നല്ല വെയിലും വെളിച്ചമൊക്കെ വേണം. നല്ല റോസ് പോലെയാണ് ഇതിൻ്റെ പൂ ഇരിക്കുന്നത്, നല്ല ഭംഗിയിൽ. പിന്നെ അലോവേര ഉണ്ടായിരുന്നു, നമ്മുടെ കറ്റാർ വാഴ എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. പിന്നെ അവസാന നിമിഷം എന്നോടത് മറന്നുപോയി. ഈ ഒരു സെക്ഷനിലായതുകൊണ്ട് നമ്മൾ ആ റൂമിലുള്ള ഇൻഡോർ പ്ലാന്റ്സിൻ്റെ അവിടെ നിന്ന് തന്നെയാണ് ബാക്കി ചെടികൾ എടുത്തത്. അപ്പം നമുക്കിനി ഇതിൻ്റെ ബാക്കിലോട്ടും കൂടെ നടന്നു നോക്കാം. നമ്മൾ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും പപ്പായയുടെ ഒക്കെ മരം കണ്ടോ, പപ്പായൊക്കെ കൊലയായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങനെ എടുത്ത് നമുക്ക് വീട്ടിൻ്റെ മുറ്റത്ത് അല്ലെങ്കിൽ പറമ്പിലൊക്കെ നടാം. പിന്നെ അത് ഈ കാണുന്നത് ലൈമാണ്. അത്യാവശ്യം നല്ല വലിപ്പമുണ്ടായിരുന്നു. ഇതും മരമാണ്. ഇങ്ങനെ ബാക്കോട്ട് പോയി നോക്കുമ്പോഴത്തേക്കും എല്ലാം വലിയ മരങ്ങളാണ് ഇവിടെ ഉള്ളത്. കണ്ടോ, അനാർ. പിന്നെ അനാറിൻ്റെ പൂവാണോ ഇത്? അനാറിൻ്റെ പൂവായിരിക്കും. നല്ല ഭംഗിയുണ്ടല്ലേ. ഈ വലിയ ഗാർഡനൊക്കെ ഉള്ളവർക്ക് ആ ഗാർഡനിൽ വെക്കാനുള്ള ഫൗണ്ടനോ അല്ലെങ്കിൽ ഈ പക്ഷി മൃഗാദികളൊക്കെ വേണമെങ്കിൽ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇവിടുന്ന് മേടിക്കാം. ഞങ്ങൾക്ക് അത്രയും വലിയ സ്പേസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആകെ 4 ചെടി മേടിക്കാനാണ് വന്നത്. നമ്മൾ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ അവിടെ കണ്ടതിനേക്കാളും കൂടുതൽ പ്ലാന്റേഴ്സ് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട്. പല സൈസിലും കളറിലും ഷേപ്പിലും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു അവർ സ്റ്റോക്ക് വെച്ചതാണോ എന്നും അറിയില്ല, കാരണം കുറച്ച് പോട്ട്സൊക്കെ ഞാൻ അകത്തും കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ വലിയ പോട്ട്സ് വേണ്ടവർക്ക് അല്ലെങ്കിൽ പല ഷേപ്പിൽ വേണ്ടവർക്കൊക്കെ അതൊക്കെ ഇവിടെ നിന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ഞങ്ങൾ മേടിച്ചൊരു 3 ചെടി. അപ്പോൾ അവർ തന്നെ അത് റീപോർട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. നമ്മൾ അവിടുന്ന് തന്നെ പോട്ടും പർച്ചേസ് ചെയ്തു. എന്നിട്ട് അതിനെ അവരെ കൊണ്ട് തന്നെ ആ പുതിയ പോട്ടിലേക്ക് മാറ്റി നടിപ്പിച്ചു. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് വർസാൻ നഴ്സറീസ് എന്ന് പറഞ്ഞിട്ട് ഇഷ്ടംപോലെ നഴ്സറീസാണ് ആ ലൈനിൽ മൊത്തം. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കയറി ചെന്ന് നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അതിൻ്റെ അപ്പുറത്തുള്ള നഴ്സറീസിലും കൂടി ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് അടുത്ത നഴ്സറി. ഈ കാണുന്ന ചെടി ഒരു ബോക്സ്, അതായത് ഈ ഒരു മൊത്തം ബോക്സ് 20 ദിറംസിന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പ്ലാന്റ് എടുക്കുവാണെങ്കിൽ 1 ദിറമാണ്. ശരിക്കും ഗാർഡനിങ്ങിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയ സ്ഥലമാണ്, കാരണം അത്രയും ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാ കളർ ബോഗൻവില്ലയും ഒരു ചട്ടിയിൽ. ഇതിനെ എന്താ പറയുക, എന്തോ പറയല്ലോ ഇതിനെല്ലാം
ക്രോസ് ബ്രീഡിങ്ങെല്ലാം എന്തോ ചെയ്തിട്ട് ഇങ്ങനെയായി അവസാനം. നോക്കി ബൊഗൻവില്ല ഇഷ്ടംപോലെ കളറിൽ. ഈ വെച്ചിരിക്കുന്ന ബൊഗൻവില്ലയ്ക്കൊക്കെ നല്ല പ്രൈസ് ഉണ്ടാവും. ഒരു 190 അല്ലെങ്കിൽ 100 എബവ് എന്തായാലും ഉണ്ടാവും. നമ്മൾ വേറെ ചെടികൾക്ക് ചോദിച്ചപ്പോഴും അവർ 100 എബവ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ ഒരു നഴ്സറിയിൽ കയറി നോക്കാം. ഇത് ഞങ്ങൾ അടുത്ത് കയറിയ നഴ്സറിയാണ്. ഇവിടെയാണ് ഞാൻ ചെമ്പരത്തി കണ്ടത്. മറ്റേ നഴ്സറിയിൽ അത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇത് ലൈമാണ്. അപ്പോൾ ഇതും ഒരു വലിയ മരമായിട്ടുണ്ട്. പിന്നെ ഇവിടെ ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ പനയുണ്ട്. സ്ഥലമുള്ളവർക്കൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ വലിയ മരങ്ങളുണ്ട്. ഇത് ചെറുനാരങ്ങയുടെയാണ്. ഇഷ്ടംപോലെ ചെറുനാരങ്ങ ഉണ്ടായിട്ടുണ്ട്, കണ്ടോ, നല്ല ഫുള്ളായിട്ട് ചെറുനാരങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വലിയ സ്പേസൊക്കെ ഉള്ളവർക്ക് ഇത് ജസ്റ്റ് ഒന്ന് കൊണ്ടുപോയി നട്ട് പരിപാലിച്ചെടുത്താൽ മതി. ഇത് പൊമേലോ എന്ന് പറയുന്നൊരു ഫ്രൂട്ടാണ്. അതും ഞാൻ ഈ നഴ്സറിയിലാണ് കണ്ടത്. നമ്മളൊരു പുതിന മേടിച്ചു. ഭയങ്കര വെയിൽ. ഈ ഒരു അറ്റം മുതൽ ആ ഒരു അറ്റം വരെ നഴ്സറീസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഏതൊക്കെ നഴ്സറി എന്ന് വെച്ചാൽ കയറി ഇറങ്ങി നോക്കാം. എല്ലാവരുടെയും പ്രൈസ് ഡിഫറെൻ്റ് ആണെന്ന് തോന്നുന്നു. ഇത് ഞങ്ങൾക്കിപ്പം വലിയൊരു ചട്ടിയും പുതിനയും കൂടി 10 കിട്ടിയത്. ഇതേ കണ്ടോ, 10 കിട്ടി. നമുക്ക് നോക്കാം എത്ര ഉണ്ടാവും, എങ്ങനെ നോക്കണമെന്ന്. അപ്പം നമുക്ക് പോവാം വണ്ടിയിലേക്ക്. ഭയങ്കര വെയിൽ. അപ്പം നമ്മുടെ 4 ചെടികൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി ഞാനിത് ആ വിൻഡോയുടെ അവിടെ വെക്കാന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് വെക്കാം. നമ്മൾ അവിടെ നിന്ന് തന്നെ പോട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ വീഡിയോയിൽ ഓൾറെഡി കണ്ട പോലെ. അപ്പോൾ ഇവന്മാരെ ഒന്ന് അപ്പുറത്തെത്തിക്കാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചെടി. ഇനിയുള്ളത് ഈ ഒരു കുട്ടി സ്നേക്ക് പ്ലാന്റ് ആണ്. സ്നേക്ക് പ്ലാന്റിനെ നമുക്ക് ഇവിടെ വെക്കാം. രാവിലെ മുതലേ ഇവരൊക്കെ ഇങ്ങനെ എന്താ പറയാ, കാറിൻ്റെ ഉള്ളിലിരിക്കുന്ന കാരണം കുറച്ച് ക്ഷീണിച്ചു പോയി. പക്ഷെ നമുക്ക് കുറച്ച് വെള്ളം കൊടുത്ത് ഉഷാറാക്കി എടുക്കാം. സോ ദേ ഇത് 3 നമ്മുടെ ആൾക്കാർ. ഇതിൻ്റെ പൂക്കൾ ഇങ്ങനെയാട്ടോ ഉണ്ടാവുക. നല്ല രസമുണ്ട് ഇതിൻ്റെ പൂക്കൾ കാണാൻ. നല്ല വെളുത്ത് വൈറ്റ് കളറിൽ. ഈ ഇലയ്ക്ക് എന്തോ ഒരു ഡാമേജ് പറ്റിയിട്ടുണ്ട്. ഈ ഇല നമുക്ക് കട്ട് ചെയ്ത് കളയാം. പിന്നെ ഇത് ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ആക്ച്വലി എൻ്റെ അമ്മേനെയായിരുന്നു കൊണ്ടുപോകേണ്ടത് നഴ്സറിയിൽ. കാരണം അമ്മയ്ക്ക് എല്ലാ പ്ലാന്റ്സിനെ പറ്റിയിട്ടും അറിയാം. അമ്മയ്ക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഗാർഡനിങ് ഒക്കെ. അപ്പോൾ ഇത് ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. എങ്ങനെയുണ്ട്, കൊള്ളാമോ? ആ സ്നേക്ക് പ്ലാന്റ് നമുക്ക് നടുക്കെടുത്ത് വെക്കണം. ഞാനിതിൻ്റെ ഓർഡർ ചെറുതായിട്ടൊന്ന് മാറ്റി. 2 സൈഡിലും ഒരേപോലെയുള്ള പോട്ടും നടുക്ക് നമ്മുടെ കുട്ടി സ്നേക്ക് പ്ലാന്റിനെ വെച്ചിട്ടുണ്ട്. കുറച്ച് ഡിസ്റ്റൻസിൽ വയ്ക്കാം. ഇപ്പം കുറച്ചൊരു ജീവൻ വന്നില്ലേ ഈ ഒരു കോർണറിന്. പിന്നെ നമുക്ക് ചെറിയൊരു പണിയുണ്ട്. ഇവർക്ക് കുറച്ച് വെള്ളം കൊടുക്കാം. അപ്പോൾ ഇതിന് വെള്ളം കൊടുക്കാൻ വേണ്ടി ഞാൻ ഒരു കുഞ്ഞ് സ്പ്രേ ബോട്ടിൽ മേടിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു രസമല്ലേ, ഇങ്ങനെ 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 സ്പ്രേ ചെയ്ത് കൊടുക്കാൻ. അതൊക്കെ ആദ്യം നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. പിന്നെ ചിലപ്പോൾ മധുരമൊക്കെ എടുത്ത് ഒഴിക്കുകയായിരിക്കും പതിവ്. എന്തായാലും ഇപ്പോൾ കുറച്ച് വെള്ളം കൊടുക്കാം. ഈ സ്നേക്ക് പ്ലാന്റിന് 15 dirhams ആണ് മേടിച്ചത്. പിന്നെ ഇതാണ് ഏറ്റവും ചെറിയ സൈസ്. ഇതിൻ്റെ വലിയ സൈസിനൊക്കെ 20, 25, 30, 35 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ പ്രൈസിലുമുണ്ട്. ഇത് ഏറ്റവും ചെറുതാണ്. പിന്നെ ഈ വൈറ്റ് ഫ്ലവർ ഉള്ള ചെടിക്കും 25 dirhams ആണ്. അതിൻ്റെ അപ്പുറത്തുള്ള ഞാൻ വാങ്ങിച്ച 3ാമത്തെ ചെടിക്കും 25 dirhams ആണ്. പിന്നെ പോട്ടിംഗ് സോയിലിന് 15 dirhams എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഈ പോട്ടും പ്ലാന്റ്സും എല്ലാം കൂടെ ടോട്ടൽ ബില്ല് വന്നത് 110 dirhams ആണ്. അപ്പോൾ അങ്ങനെ വെള്ളമൊക്കെ കൊടുത്ത് ഇനി ഇത് നന്നായിട്ട് വളരട്ടെ. ഇപ്പം കാറിലിരുന്ന് വന്നതിൻ്റെ ഒരു ചെറിയ വട്ടത്തിലാണ്. പിന്നെ വൈകുന്നേരം ആയില്ലേ, അപ്പം ഇനി നമുക്ക് നാളെ രാവിലെ ഇവന്മാരെ നോക്കാം. സോ ഇത് അവർ തന്നെ സെറ്റ് ചെയ്ത് തരും കേട്ടോ. പോട്ടിംഗ് സോയിലൊക്കെ ഇട്ടിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ ഈ പോട്ടിലാക്കി തരും. അപ്പോൾ ഞങ്ങൾ ഈ മേടിച്ച പോട്ട് ഇതിന് 25 dirhams ആണ്. ഇതിനും 25 dirhams ആണ്. ഇതിന് 10 dirhams ആണ്. ഇതെല്ലാം സെറാമിക് പോട്ട്സ് ആണ്. പിന്നെ നിങ്ങൾക്ക് പോട്ടിംഗ് സോയിൽ എക്സ്ട്രാ മേടിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് തന്നെ മേടിക്കാം. പിന്നെന്താ,
ഈ പറഞ്ഞ പോലെ അവരെല്ലാം സെറ്റ് ചെയ്ത് തരും. അപ്പം നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് വെള്ളം കൊടുത്താൽ മതി. അതും ആഴ്ചയിൽ ഒരിക്കലും വെള്ളം കൊടുത്താൽ മതി എന്നാണ് അയാൾ പറഞ്ഞത്. പിന്നെ അധികം വെയിലും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് നല്ലോണം വെയിൽ കിട്ടും ഉച്ചയൊക്കെ ആകുമ്പോൾ. അപ്പം ഞാൻ അതുകൊണ്ട് ആ വെയിലത്ത് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. ബാൽക്കണിയിലേക്ക് തൽക്കാലം വെക്കുന്നില്ല. പക്ഷെ ബാൽക്കണിയിൽ വെക്കാൻ നമുക്ക് വേറൊരാളും കൂടി ഉണ്ട്. അയാളെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ ഇത് ആണ് നമ്മൾ മേടിച്ചത്. ഇത് പുതിനയാണ്. പുതിന ഈ ഒരു വലിയ പോട്ടും ഈ ഒരു ചെടിയും കൂടിയിട്ട് 10 dirhams ആണ്. അപ്പോൾ വർസാനിലേക്ക് പോയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണേ. ഇത് പ്രൈസ് കൂടുതലാണോ കുറവാണോ എന്താണ്, ഇനി ഇതിലും പ്രൈസ് കുറഞ്ഞു കിട്ടുന്ന സ്ഥലങ്ങളുണ്ടോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയൂ. അപ്പോൾ ഈ പുതിനയ്ക്ക് എനിക്ക് തോന്നുന്നു വെയിൽ വേണമെന്ന്. അപ്പോൾ അതുകൊണ്ട് പുതിനേനെ നമുക്ക് ബാൽക്കണിയിലോട്ട് മാറ്റാം. ബാൽക്കണി ഇപ്പം ഞാൻ തൽക്കാലം കാണിക്കുന്നില്ല. അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഞാനിത് കൊണ്ടുപോയിട്ട് എൻ്റെ ബാൽക്കണിയിലും കൂടി സെറ്റ് ചെയ്യട്ടെ. ഇനി കൂടുതൽ നമ്മൾ ഈ ചെടികൾ വളരുന്നതിനനുസരിച്ച് നമ്മുടെ ചെടികളുടെ എണ്ണവും നമുക്ക് പതുക്കെ കൂട്ടാം. അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലെ ഗാർഡനിങ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ വർസാനിൽ ഒരുപാട് നഴ്സറീസ് ഉണ്ട്. നിങ്ങൾക്ക് കയറി ഇറങ്ങി പ്രൈസൊക്കെ നോക്കിയിട്ട് മേടിക്കാം. എപ്പോഴും മേടിക്കുന്നവരാണെങ്കിൽ എന്തായാലും അറിയുണ്ടാവുമല്ലോ പ്രൈസൊക്കെ. അപ്പം അങ്ങനെ മേടിക്കുന്നവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയൂ. നിങ്ങൾ ഏത് ഷോപ്പിലാണ് പോവാറ്, ഏത് നഴ്സറിയിലാണ് പോവുക എന്നൊക്കെ ഉള്ളത്, ഏതൊക്കെ പ്ലാന്റ്സ് ഇൻഡോറിന് പറ്റും എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്ത് പറയൂ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് വീണ്ടും വേറൊരു വ്ളോഗായിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.